ഇന്നൊരു ലഞ്ച് പ്രിപ്പറേഷൻ വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ഫ്രഷായിട്ട് കുറച്ച് കണവ ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തോരൻ വയ്ക്കാമെന്ന് കേട്ടോ. അപ്പോൾ കൂടുതലും ഇവിടെ തോരൻ തന്നെയാണ് കഴിക്കുന്നത്. കറി വയ്ക്കുന്നതിനേക്കാളും തോരൻ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് മുറിച്ചൊന്ന് വെള്ളമൊക്കെ കളഞ്ഞൊന്ന് വെച്ചിട്ടുണ്ടേ. പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൊക്കെ എടുക്കാനായിട്ട് നമ്മുടെ ഗാർഡൻ ഏരിയയിലോട്ട് വന്നതാണേ. കറിവേപ്പില കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പൊതുവേ നമ്മൾ ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നത് കറിവേപ്പില ഇപ്പം. കാരണം വലിയ മരം ഉണ്ടായിരുന്നില്ല, അത് ഉണങ്ങിപ്പോയി, കരിഞ്ഞു കേട്ടോ. പിന്നെ അതിന് ശേഷം ചെറുതായിട്ട് വളർന്ന് വന്നതാണ് ഈ ഒരു ചെറിയ കറിവേപ്പില ചെടികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് വലുതായിട്ട് അങ്ങനെ പൊട്ടിക്കാറില്ല, തീരെ ഇല്ലെങ്കിൽ മാത്രമാണ് ഇതിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതാ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള കണവ. ഒട്ടും തന്നെ നമ്മൾ വെള്ളം ഒഴിക്കരുത്. ഒരു കറിയൊക്കെ വെക്കുന്ന ചട്ടിയിലോട്ടൊന്ന് മാറ്റിയിട്ട് സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ടേ. ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില ചേർത്തെടുക്കാം. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി ചതച്ചതിനായിട്ട് ഇതൊരു ഏകദേശം ഒരു 1-2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ ഇത്രയും. അപ്പോൾ ഇത് ഫ്രിഡ്ജിലുള്ളതുകൊണ്ട് ഞാൻ അതങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണേ. പിന്നെ ഈ ഒരു കണവയ്ക്കെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം. എന്നിട്ടൊരു അടപ്പുകൊണ്ട് അടച്ചിട്ടേ നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 8-10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഈ ഒരു കണവ ഒന്ന് ചൂടായി വരുന്ന സമയത്തുണ്ടല്ലോ ഇതിൽ നിന്നുള്ള വെള്ളം പുറത്തോട്ട് വരും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു വെള്ളത്തിലാണ് പിന്നെ ഈ ഒരു കണവ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. ഏകദേശം ഒരു 1/4 മണിക്കൂർ എടുക്കും കേട്ടോ ഈ ഒരു വെള്ളം ഒന്ന് വറ്റി കണവയൊന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് റെഡിയാവട്ടെ. ഇനി ഇതിലേക്കുള്ള ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കഴുകി ഒന്ന് മാറ്റി വയ്ക്കാം. രസത്തിനും ഈ ഒരു തോരനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരുമിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് കണവ ചെക്ക് ചെയ്യാം റെഡി വെന്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളത്. കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് അടച്ചു വെച്ച് വീണ്ടും ഒരു 10-20 മിനിറ്റ് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. പിന്നെ ഇതാ ഒരു 1.5 കപ്പോളം തേങ്ങ ചിരകി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ ഒരു 2-3-4 പച്ചമുളകും, ഒരു 8-10ഓളം ചെറിയ ഉള്ളിയും, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, പിന്നെ ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കൂടെയാണ് കേട്ടോ. അതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു കണവയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഉണ്ടോ ഫുള്ളായിട്ടൊന്ന് വറ്റി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടേ. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഈ ഒരു വെന്ത് വന്നിട്ടുള്ള കണവയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയുണ്ടല്ലോ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് മാത്രം വെള്ളം ഒരു മിക്സിയിൽ ജാറൊന്ന് കഴുകിയിട്ട് ഒഴിച്ചെടുത്തതാണേ. എന്നിട്ട് അടച്ചൊരു മീഡിയം ടു ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒന്ന് വയ്ക്കാം. അതായത് ആ ഒരു തേങ്ങയുടെയൊക്കെ പച്ചച്ചുവന്ന് മാറി വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് രസം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെന്ന് വെച്ചാൽ ഒരുപാട് അരയുന്നില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മൺചട്ടിയിൽ വെക്കുന്നുണ്ട്. ചട്ടീനെ ഒരുപാട് സമയം സ്റ്റൗവിൽ വെച്ച് ചൂടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറൊരു തട്ക പാൻ വെച്ചിട്ട് അതിൽ കടുക് വറുത്തിട്ടാണ് പിന്നെ ഇങ്ങോട്ട് മൺചട്ടിയിലോട്ട് ഒഴിക്കുന്നത് തന്നെ. അപ്പോൾ ഒരു തട്ക പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൺചട്ടിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ലേ ആ ഒരു കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, പിന്നെ തക്കാളി ഇത്രയും കൂടെ ചതച്ചെടുത്തിട്ടുള്ള കൂട്ട്. ഒരു 3-4 ചെറിയ ഉള്ളിയും പിന്നെ ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, 2-3 പച്ചമുളക്, ഒരു തക്കാളി ഇത്രയാണ് കേട്ടോ ചതച്ചെടുത്തിട്ടുള്ള കൂട്ട്. അപ്പോൾ ഇതാ നമ്മുടെ കണവയും നന്നായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ആ ഒരു തേങ്ങയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയിട്ട് പാകമായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അവസാനം നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 2-3 വറ്റൽമുളക്, 1-2 തണ്ട് കറിവേപ്പില ഇത്രയും കൂടെ ചേർത്തൊന്ന് താളിച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്യാൻ കട്ടി ഒരു ടൈമിൽ ഉപ്പൊക്കെ പാകണമെന്ന് നോക്കാം. കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണവ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഉപ്പ് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഒരല്പം കുറവായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ കണവ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അടച്ചൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ആ ഒരു രസത്തിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യാം. അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറി വന്നിട്ടുണ്ടേ. നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്കുണ്ടല്ലോ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം.
ഇനി ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ടേ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്തെടുക്കാം. ചെറിയൊരു നാരങ്ങ വലുപ്പത്തിന് പുളിയൊന്ന് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ചാണേ. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ച് പിഴിഞ്ഞ് അരിച്ച് ഇതിലേക്ക് ചേർത്തെടുക്കാം. ഇനി ആ ഒരു രസത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഈ ഒരു ടൈമിൽ ചേർത്തെടുക്കാം. ഉപ്പും പുളിയൊക്കെ പാകമാണോ ചെക്ക് ചെയ്യാം. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കൂടുതലാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. പിന്നെ അതുപോലെ തന്നെ രസത്തിലെ മെയിൻ ഘടകമാണ് കുരുമുളകും ചെറിയ ജീരകം. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണേ. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എപ്പോഴും പൊടിച്ച് ചേർക്കണം. അപ്പോഴേ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഒന്നും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ അത്രയും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. തിളപ്പിക്കേണ്ട കേട്ടോ രസം. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് വെച്ചാൽ മതിയാകും. രസം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഫിഷ് ഒന്ന് ഫ്രൈ ആക്കാനുള്ള ഫിഷൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതെടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കനൊക്കെ. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും പിന്നെ അതുപോലെ തന്നെ മഞ്ഞളും മുളകും പെരുംജീരകം, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തതാണേ. ഈ ഒരു മസാല കൂട്ട് നന്നായിട്ട് ഒരു ചിക്കനിലോട്ടൊന്ന് നമുക്ക് തേച്ചൊന്ന് പിടിപ്പിക്കാം. ഒരു 15 മിനിറ്റ് അങ്ങ് മാറ്റി വയ്ക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലത്. മസാല ഒന്ന് പിടിച്ച് കിട്ടും. അല്ലെങ്കിൽ ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ അല്ല ആ ഒരു മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഒരു മസാല ഒന്ന് പെട്ടെന്നൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ അത് ആ ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ മോന് ലഞ്ച് കൊടുത്തു വിടണം. അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്യുന്നത്. കുറച്ച് കറിവേപ്പില കൂടെയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. നമ്മളിങ്ങനെ തിരിച്ചിടാൻ സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാതെ നല്ല ഈസിയായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഞാൻ ഓരോ പീസ് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് വെച്ചെടുക്കുന്നുണ്ടേ. എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് കുക്കാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതാ ചിക്കനൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടേ. പിന്നെ നമുക്ക് ചോറൊന്ന് ലഞ്ച് ബോക്സിലോട്ടൊന്ന് എടുക്കാം കേട്ടോ. പിന്നെ അത് പാത്രമൊക്കെ ഒന്ന് കഴുകി തുടച്ചൊന്ന് എടുത്തിട്ടുണ്ടേ. ഇതിലേക്ക് നല്ല ചൂട് മട്ടയരി ചോറാണ് വെച്ച് കൊടുക്കുന്നത്. കണവാത്തോരം വെച്ച് കൊടുക്കാം. രസം ഒരു സെപ്പറേറ്റ് ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രസം. വെറുതെ ഇങ്ങനെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതാ ചിക്കൻ ഫ്രൈ. പിന്നെ ഞാൻ സാധാരണ എന്തെങ്കിലും ഫ്രൈ ആക്കാൻ പറ്റിയ ഫിഷ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ എപ്പോഴും. അപ്പം അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചിക്കൻ എടുത്തിട്ടുള്ളത്. പക്ഷേ നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. ആ ഒരു രസവും ചിക്കൻ ഫ്രൈ കൂട്ടി കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ചിക്കൻ ഒന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ടേ. പിന്നെ ബാക്കിയുള്ള ചിക്കൻ ഞാൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലഞ്ച്. അപ്പോൾ എന്തായിരുന്നാലും കണവത്തൂർ നമ്മുടെ ട്രിവാൻഡ്രം ഭാഗത്ത് മാത്രമാണോ ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേറെ സ്ഥലങ്ങളിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരും കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ആ ഒരു സ്ക്വിഡ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാനിത് പ്ലേറ്റിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചോറും രസവും ആ ഒരു കണവത്തൂരിനും ചിക്കൻ ഫ്രൈയും കൂട്ടിയിട്ടൊക്കെ ഒന്ന് കഴിക്കാൻ പോകാൻ കേട്ടോ. നല്ല കോമ്പിനേഷനായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. രസവും ചിക്കൻ ഫ്രൈയും കോംബോ ആവോ എന്നുള്ള ഡൗട്ടിലാണ് തുടങ്ങിയത് തന്നെ ആദ്യം. പക്ഷേ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുഞ്ഞു വീഡിയോയും റെസിപ്പിയൊക്കെയാണ് കാണിച്ചു പോയത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.